അവർ വളരെ സ്നേഹത്തിലും ഒക്കെ തന്നെ കഴിഞ്ഞിരുന്ന ആളുകളാണ്. മുൻപ് ഒരു തരത്തിലുമുള്ള ഇപ്പോൾ അല്പം മുമ്പ് ചില വാർത്തകൾ അനുസരിച്ച് പ്രതിക്ക് മാനസികാസ്വാസ്ഥ്യമുണ്ട്, അല്ലെങ്കിൽ ആ നിലയിലുള്ള ചില വിവരങ്ങളൊക്കെ വന്നിരുന്നു. അങ്ങനെയുള്ള എല്ലാ വാർത്തകളെയും തള്ളുക കൂടിയാണ് ബന്ധു. സുലേഖയിലേക്ക് വീണ്ടും പോകുകയാണ്. സുലേഖ, പറയൂ, ഒരുപാട് കാര്യങ്ങളിൽ ഇനിയും ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. ഏറ്റവും അടുത്ത ബന്ധുക്കളടക്കം ഇപ്പോൾ എന്താണ് പറയുന്നത്? സുലേഖയിലേക്ക് വളരെ വേഗം തന്നെ മടങ്ങിയെത്താം. 23 വയസ്സ് മാത്രമേ ഉള്ളൂ പ്രതിക്ക് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഞെട്ടലുണ്ടാക്കുന്നത്. സ്വന്തം അമ്മയെ, സഹോദരനെ, അനിയനെ, ഒപ്പം തന്നെ ഏറ്റവും അടുത്ത ബന്ധുക്കളെ ഒക്കെയാണ് പ്രതി കൊലപ്പെടുത്തിയിട്ടുള്ളത്. അത് വളരെ ആസൂത്രിതമായി തന്നെയാണ് ഈ കൊലപാതക പരമ്പര നടത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. സുലേഖയുണ്ട്. സുലേഖ, പറയൂ, അടുത്ത ബന്ധുക്കളടക്കം വലിയ ഞെട്ടലിലാണ്, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ. കാരണം അത്രയും വലിയ സ്നേഹത്തിലൊക്കെയാണ് അവർ കഴിഞ്ഞിരുന്നത് എന്നുള്ളതാണ് ബന്ധുക്കളൊക്കെ പറയുന്നത്. ബാക്കിയുള്ളത് മറ്റേ ഈ പയ്യൻ്റെ ഉമ്മ ക്രിട്ടിക്കൽ സ്റ്റേജാണ്, ICUയിലേക്ക് മാറ്റി. ആ സമയത്താണ് ഞങ്ങളൊന്ന് കാണുന്നത്. അതും മുഖമൊക്കെ ആകെ പ്രശ്നമാണ്, വെട്ടായിട്ടാണ് കാണുന്നത്. ഈ പയ്യനെ, കൊച്ചു പയ്യൻ്റെ മൃതദേഹം കാണാൻ പറ്റിയില്ല, ഉടൻ തന്നെ അത് മാറ്റി. ഇല്ല, ഞാനിവിടുത്തെ പൊതുപ്രവർത്തകനാണ്. ആശുപത്രിയിലാണ് കാണുന്നത്. എന്തോ മറ്റുള്ളവർക്കുള്ളത് വെട്ടാവാനാണ് തന്നെയാണ് സാധ്യത. അങ്ങനെയാണ് മുറിവുകൾ കാണുന്നത്. പക്ഷേ ഈ പെൺകുട്ടിയുടേത് ചുറ്റിയലിനുള്ള അടിയോ അല്ലെങ്കിൽ വല്ല ഗണ്ണെങ്ങാനും ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. അതാണ് മൃതദേഹം കണ്ടിരുന്നു. ഗോകുലം മെഡിക്കൽ കോളേജിൽ പോയി മൃതദേഹം കണ്ടിട്ടാണ് തിരിച്ചു വരുന്നത്. അമ്മയുടെ വളരെ ക്രിട്ടിക്കലാണ്. അതെ, ഗോകുലത്തിലാണുള്ളത്. അതെ, തലയ്ക്കാണ്, എല്ലാവർക്കും തലയ്ക്കാണ്. അവിടെ ഇപ്പോൾ ഇവരുമായി ബന്ധപ്പെട്ട കുറച്ച് ബന്ധുക്കൾ ഇപ്പം ഗോകുലം മെഡിക്കൽ കോളേജിലുണ്ട്. അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയുമില്ല. അതാണ് എൻ്റെ അവസ്ഥ. എല്ലാവരും ഉണ്ട്. എന്തോ ഇല്ല, ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടില്ല. ഇവിടെ ആരെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിലേ ഉള്ളൂ, ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടില്ല. പക്ഷേ അവരുടെ ബന്ധുക്കളൊക്കെ, അത്യാവശ്യം ബന്ധുക്കളെല്ലാം ഇപ്പോൾ ഗോകുലം മെഡിക്കൽ കോളേജിലുണ്ട്. ഈ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നുള്ള ആരെയും നമുക്കവിടെ കാണാൻ കഴിയില്ല, ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. അതാണ് ഇപ്പം നമുക്കൊരു സംശയം വന്നിട്ടുണ്ട്. അതിപ്പോൾ ഒരു അരമണിക്കൂറിനകത്ത് അറിയാൻ പറ്റും. അത് പറയുന്നത് അറിയില്ല, അതിനെക്കുറിച്ചൊരു ധാരണയില്ല. അത് ഈ പറയുന്ന പയ്യന്റെ ബന്ധുക്കളാണ്, ചേട്ടത്തിയുമാണ്. മറ്റത് ബാപ്പയുടെ ഉമ്മ, പാപ്പുമ്മ. അത് 85 വയസ്സോളം വരുന്ന. അടുത്ത മക്കളുണ്ട്. അവരാരെ വീട്ടിൽ പോയി നിൽക്കില്ല. ഇവിടെ ചടങ്ങ് വന്നാലും ആ ചടങ്ങ് കഴിയും തിരിച്ചു പോകും. ആരെ വീട്ടിൽ നിൽക്കില്ല. കൊലപാതക വാർത്ത അറിഞ്ഞാണ് ഞങ്ങളൊക്കെ ഇവിടെ എത്തുന്നത്. പൊതുപ്രവർത്തകരായി ഞങ്ങളൊക്കെ ഇവിടെ എത്തുന്നത് അങ്ങനെയാണ്. ഇവിടെ വരുമ്പോൾ ഇവിടുന്ന് തന്നെ ഈ ബോഡിയും അതുപോലെ തന്നെ വലിയ സീരിയസ് ആയിട്ടുള്ള ഈ ഉമ്മയെയും ഗോകുലം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിരുന്നു. ഞങ്ങൾ അപ്പോൾ തന്നെ ഗോകുലം മെഡിക്കൽ കോളേജിലെത്തി. ഗോകുലം മെഡിക്കൽ കോളേജിൽ എത്തിയതിനു ശേഷം നമ്മൾ ഈ മൃതദേഹം രണ്ടുപേരുടെയും കണ്ടു. പെൺകുട്ടിയുടെ നെറ്റിയിലാണ് മാരകമായ ഒരു മുറിവ്, വലിയ ഹോളാണ്. അത് വല്ല ചുറ്റുകല്ല് കൊണ്ടടിക്കുകയോ അല്ലെങ്കിൽ ഗണ്ണുപയോഗിക്കുകയോ ചെയ്തതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അങ്ങനെ ആ ഒരു ഇതുണ്ട്. അതുപോലെ തന്നെ മാരകമായ പരിക്കാണ് ഈ മരണപ്പെട്ട അനിയന് സംഭവിച്ചിട്ടുള്ളത്. ഉമ്മയുടെ സ്ഥിതി വളരെ ക്രിട്ടിക്കലാണ്. വളരെ ബ്രെയിൻ ഡാമേജ് ഉണ്ട്. എല്ലാം തലയ്ക്കാണ്, എല്ലാവർക്കും തലയ്ക്കാണ്. ഈ വാപ്പുമ്മ എന്ന് പറയുന്ന, ഈ ലത്തീഫ് എന്ന് പറയുന്ന വലിയാപ്പായ അദ്ദേഹത്തിനെ വെട്ടി ഈ സോഫയിൽ ഇരിക്കുന്ന പൊസിഷനിലാണ്. അപ്പം പോയിട്ട് ഒന്നാണ്. അപ്പോൾ അത് അപ്പോഴും തന്നെ മരണപ്പെട്ട് കാണും. പിന്നെ ഇതിൻ്റെ ഗൗരവം എന്ന് പറയുന്നത് ഏകദേശം 1 മണിക്കൂറോളം സമയമെടുത്ത് വേണം അടുത്തടുത്ത സ്ഥലങ്ങളിൽ നിന്ന് വരാൻ. മേലേപ്പാങ്ങോട് നിന്ന് 16 കിലോമീറ്റർ ഉണ്ട്. അതെ, 16 അങ്ങനെയുള്ളൊരു സ്ഥലം. വളരെ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു കൊലപാതകമാണ്. ഇല്ല, ഈ പയ്യൻ അങ്ങനെ ആരുമായി അങ്ങനെ വലിയ ഒരു പയ്യനല്ല. കുടുംബമൊക്കെ നല്ല കുടുംബം, വേറെ ആർക്കും ഒരു പരാതിയും ഇതൊന്നും ഉണ്ടായിരുന്ന ഒരു കുടുംബമല്ല. അവർക്ക് ചെറിയ അസുഖമുണ്ട്. ഒന്നുമില്ല. സംശയം ഈ കുട്ടിയുമായി ബന്ധപ്പെട്ട് കണക്ടിങ് ആണ് എന്നുള്ളതാണ് നമ്മുടെ കുട്ടിയുമായി അവിടെ പോയിരുന്നു അറിയില്ല. അതാണ് നമുക്കൊരു സൂചന, തൊട്ടടുത്തുള്ളൊരു സൂചനയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്ത് തന്നെ കണ്ട് ഇങ്ങനെ ഡോക്ടറെ വിളിച്ച് കാണിച്ചു. എനിക്കത് ഡോക്ടറെ വിളിക്കാൻ കാരണം തന്നെ ഈ ആ ഹോസ്പിറ്റലിൽ ജോലിയുള്ള ഒരാൾ എന്നോട് സംശയം പറഞ്ഞു, നമുക്കുമായി ബന്ധപ്പെട്ട ഒരു വീട്ടിലൊരു കുട്ടിയാണ് എന്ന് സംശയം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ കയറി ആ ബോഡി കാണുന്നത്. കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ ഒരു സംശയമുണ്ട്. അപ്പോൾ അവരിപ്പോൾ താമസിക്കുന്ന സ്ഥലത്തെ പഞ്ചായത്ത് മെമ്പറെ, ഞാൻ പഞ്ചായത്ത് മെമ്പറായിരുന്ന സ്ഥലത്തുള്ള ഒരു കുട്ടിയായിരുന്നു എന്നാണ് എൻ്റെ ധാരണ. അവരിപ്പോൾ മാറി താമസിക്കുകയാണ്.
അപ്പോൾ അവിടുത്തെ പഞ്ചായത്ത് മെമ്പറെ ഇപ്പോൾ ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട്. അവിടെ പോയി ഒന്നൊരു അന്വേഷണം നടത്തി ആ കുട്ടി 2-3 ദിവസം മുമ്പ് ആ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടോ, അവിടെ ഉണ്ടോ ഇല്ല എന്നൊക്കെ ഒന്ന് അന്വേഷിച്ചാൽ അറിയാൻ പറ്റുമല്ലോ. അതിനുവേണ്ടി ആരും വന്നിട്ടില്ല അതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നമ്മളിത് കൊടുത്തിട്ടുണ്ട്. ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ പാങ്ങോടാവാനാണ് സാധ്യത. അങ്ങോട്ട് കാര്യം പോലീസിൽ പോയി മൊഴി കൊടുക്കുന്നവരെ ഇത് അവർക്കറിയില്ല. ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോയി മൊഴി കൊടുത്തത് 3 പേരെ ഇവിടെ ഞാൻ കൊന്നിട്ടുണ്ട്, അവനും വിഷം കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞത് ഞാനിങ്ങനെ 3 പേരെ അല്ലാതെ കൊന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പോലീസ് അത് വിശ്വസിച്ചില്ല. കാര്യം ഇതൊരു ഈ സമയത്ത് പറയുന്ന ഒരു മെൻ്റലി ഡിസോർഡറാണ് എന്നൊരു ധാരണയിലാണ് അങ്ങനെ പറഞ്ഞു. പക്ഷേ അവരത് വെരിഫൈ ചെയ്തപ്പോൾ അവരവിടെ മരിച്ചു കിടപ്പുണ്ട്. അവിടെ പ്രാദേശികവാസികൾ ധരിച്ചത് വീണ് എന്തോ സംഭവിച്ചതാണ്. യഥാർത്ഥത്തിൽ തലയ്ക്ക് നല്ല ഡാമേജ് ഉണ്ടായിരുന്നു. അവർ വാപ്പാടെ ഉമ്മയാണ്, നല്ല പ്രായമുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ ലത്തീഫ് എന്ന് പറയുന്ന അവൻ്റെ വലിയപ്പനും വലിയമ്മയും. പോലീസിനോട് പറഞ്ഞിരിക്കുന്ന 6 പേരെ കൊന്നു എന്നാണ് പോലീസിനോട്. അല്ലല്ല, നമുക്ക് ഒരു ധാരണയും നമുക്കില്ല. ഒന്നുമില്ല. അവന് അനിയന് 13 വയസ്സേ ഉള്ളൂ. സാമ്പത്തിക പ്രതിസന്ധി ആണെങ്കിൽ ഇതിനൊരു സാഹചര്യം ഇല്ലല്ലോ. എത്ര സാമ്പത്തികം ആയിരുന്നാലും അത് ആത്മഹത്യയല്ലേ, കൊലപാതകത്തിന് സാധ്യതയില്ല. സ്വയബോധത്തിൽ ചെയ്യാൻ കഴിയും. കാരണം ഇത്രയും ദൂരം യാത്ര ചെയ്തു സംസാരിച്ചു. അപ്പോൾ പോലീസ് അവിടെ ഡയറക്ഷൻ കൊടുത്തിരിക്കുന്ന വെഞ്ഞാറോട് പോലീസ് സ്റ്റേഷനിൽ ഡയറക്ഷൻ കൊടുത്തിരിക്കുന്നത് മാധ്യമങ്ങളോ മറ്റു ആളുകളോ ബന്ധപ്പെട്ടാൽ ഇപ്പം കൃത്യമായ വിവരം കിട്ടാതെ ആർക്കും ഇത് കൊടുക്കേണ്ട എന്നാണ് പോലീസ് ബോഡി താഴെ കൊടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ പറഞ്ഞത് 6 പേര് മരണപ്പെട്ടു എന്നാണ്. ഞങ്ങളവിടെ ഗോകുലത്തിൽ ചെല്ലുമ്പോഴാണ് അവിടെ 2 പേരെ മരിച്ചിട്ടുള്ളൂ, ഒരാൾ ക്രിട്ടിക്കലാണ്, ഐസിയുലാണ്. ഇല്ല അവിടെ കൊണ്ടുവന്നിട്ടില്ല. മൃതദേഹം 3 ഒരാളുടെ ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള ആളും 2 മൃതദേഹവും ഈ വെഞ്ഞാറോട് ഗോകുലം മെഡിക്കൽ കോളേജാണ്. മറ്റേത് നെടുമങ്ങാടുമായി ബന്ധപ്പെട്ട് എവിടെയാണ് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അതെ 6 മണിക്കാണ് ഇത് പുറത്ത് വന്നത്. പോലീസ് സ്റ്റേഷനിൽ പോയി പറയുന്നത് വരെ ആർക്കും അറിയില്ല. പോലീസ് വന്നപ്പോഴാണ്, പോലീസും ഫയർഫോഴ്സും വന്നപ്പോഴാണ് അറിയുന്നത്. കാര്യം ഗ്യാസ് തുറന്നു വിട്ടിരുന്നു. അങ്ങനെ ഫയർഫോഴ്സ് കണ്ടു. അതിനുശേഷം 6 മണിക്കാണ് പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട്. സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അനുജൻ. അവന് 13 വയസ്സേ ഉള്ളൂ. ഉമ്മാക്കും 50 വയസ്സ് അടുപ്പിച്ചേ ഉള്ളൂ. വാപ്പാടെ ഉമ്മാക്കാണ് അല്പം പ്രായമുള്ളത്, 70-75 വയസ്സിന് മുകളിലുണ്ട്. ചെറിയൊരു സൂചന, അതൊരു സംശയമാണ്. നമ്മുടെ ഒരു പെൺകുട്ടിയുടെ കാര്യമായതുകൊണ്ട് സംശയം ആയതുകൊണ്ടാണ് അത് കറക്റ്റായി അറിഞ്ഞതിന് ശേഷം നമുക്ക് വിവരണം തരാമെന്ന് ഉദ്ദേശിക്കുന്നത്.